എന്റെ പ്രിയപ്പെട്ട സുട്ടുമണി, എനിക്ക് എന്റെ സുട്ടുമണിയെ ഭയങ്കര ഇഷ്ടമാണ്. യു ആർ മൈ പൂക്കി. എന്റെ പൂക്കിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അമൻ പൂക്കി. അച്ഛ ഇന്ന് മോന് ട്യൂഷന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ. മോൻ എന്താ പറ്റി? മോന് ചുമയുണ്ട്, പനിയാതോ സംശയമുണ്ട്. ചൂടൊന്നും ഇല്ലല്ലോ. അവന് ചുമയാ, വരാൻ പറ്റുന്നില്ല, ട്യൂഷന് പോകുന്നില്ല. അങ്ങനെ ട്യൂഷന് പോകാതിരിക്കാനൊന്നും പറ്റത്തില്ല. ട്യൂഷന് പോകാറുള്ളൂ. സ്കൂളിൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ ട്യൂഷന് പോകണം. മോനെണീച്ച് വാ, മാമൻ കൊണ്ടുപോകാം, മാമൻ കൊണ്ടുപോകാം. അളിയ ചുമയൊക്കെ ഇല്ലേ, ഇന്ന് വിടണോ? അളിയൻ എന്തോ അളിയെ പറയുന്നത്? പിള്ളേരെ പഠിത്തത്തിൽ അളിയനൊരു ഉത്തരവാദിത്വം ഇല്ലയോ? വാ മോനെ വാ. മാമ, എന്റെ പനി ഇനി എന്റെ കൂട്ടുകാർക്കൊക്കെ പിടിക്കുവോ? അങ്ങനെ പിടിക്കൊന്നുമില്ല. പിടിക്കുവാണെങ്കിൽ മാമൻ നോക്കിക്കോളാം. മാമൻ എന്തിനാ എന്നെ എന്നും ട്യൂഷൻ കൊണ്ടുവിടുന്നത് എനിക്ക് അറിയാം. ആ ടീച്ചറിനെ കാണാനല്ലയോ? ആ, അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? ആ, ഇതൊക്കെ എവിടെ പഠിച്ചു കൊച്ചിലെ? അതിനല്ലേ മാമ യൂട്യൂബ് ഒക്കെ ഉള്ള, എനിക്കതെല്ലാം അറിയാം. ഞാനൊരു സാധനം തന്നു കഴിഞ്ഞാല് ടീച്ചർ കൊണ്ടൊക്കെ ഉണ്ടാവോ? കൊടുക്കാം, പക്ഷെ എനിക്ക് ഡയറി മിൽക്ക് മേടിച്ചാൽ പറ്റൂ. എന്നാ ഓക്കെ, കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തായിരുന്നോ? ചെയ്തു ടീച്ചറെ. ശേഖരമോൻ ചെയ്തോ? ഇല്ല ടീച്ചർ. ചെയ്തില്ലയോ? ഇല്ല. ഹോംവർക്ക് തന്നെ ചെയ്യത്തില്ലല്ലോ? മറന്നുപോയി. മലന്നുപോയി. ഇന്നലെ നീ മലന്നുപോയി, ഇന്നും മലന്നുപോയി, ഇനി എന്നും അങ്ങ് മലക്കുമായിരിക്കുമല്ലയോ? എന്താടാ മലന്നുപോയെ? നാളെ മലന്നു പോകത്തില്ല ടീച്ചർ. നാളെ എങ്ങാനും നീ മലന്നു പോയാ നിന്നെ മലത്തി അടിക്കാനും പിടിക്കാൻ പാട്ടോ കേട്ടോ. പിള്ളേരെ വഴക്ക് പറയാടി. ആ, എന്റെ വീട്ടിൽ എന്നോട് മിണ്ടരുതെന്ന് പോലോ. ആ, രാമ 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 ആ, രാമ 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 ശ്രീരാമ. ആ, മറക്കല്ലോ കേട്ടോ. ശരി. പയ്യനെ അങ്ങോട്ട് വിടുവാണേ. മോനെ എന്താടാ മാമയ്ക്ക്? പനിയായിരുന്നു. പനിയോ? അവിടെ പനിയായാലും ചെരങ്ങായാലും ഇവിടെ നേരത്തെ കാലത്തെ വന്നോണം കേട്ടോ. കേട്ടോ? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആ. ട്യൂഷൻ വീടുകളിൽ വെച്ച് എല്ലാവരും ഇങ്ങനെയുള്ള അകമ്പാവൊന്നും കാണിക്കരുത് കേട്ടോ. ഓക്കേടാ, കുറെ നേരം കൊണ്ട് നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ മാമനെ കുട്ടി ഇങ്ങോട്ട് എഴുന്നള്ളല്ലെന്നോ. നീ പിന്നെ എന്തോത്തിനാടാ മാമനെ കുട്ടി വരുന്നത്? മാമനെ കൂട്ടി വരുന്നല്ല, മാമ എന്റെ കൂടെ വരുന്നയാ. മാമൻ പാവാട്ടോ. പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടി വന്നു. പിന്നെ രക്ഷാകർത്താവിന്റെ കടമയല്ലേ പിള്ളേര് പഠിക്കുന്നതിൽ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പയ്യനിന്ന് വരാനുള്ള ഫീസ് തന്നെ ഇരിപ്പുണ്ട്. ഫീസ് വേണ്ടായോ? ഞാനൊന്ന് പൊക്കോളാം. ഞാൻ പൊക്കോളാം. ഞാൻ പോവാ. അയ്യോ, ഫീസ് കൊണ്ടുവന്നരുത്. ഫീസ് തരുന്നതിന് മുമ്പ് എനിക്ക് പിള്ളേരെ പഠിപ്പിച്ചതിന്റെ ക്വാളിറ്റി ഒന്ന് അറിയണം. പോവാൻ നേരത്തെ ഫീസ് തരാം. എന്താ മോളെ? മാമനും ടീച്ചർ ലവ് ആണോ? ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് vowels ആണ്. vowels. ആ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞെടുക്ക്. വവ്വാല് 2 ടൈപ്പിലുണ്ട്. ഒന്ന് നറുക്കിയില്, 2 കടവാവല്. കടവാവലിന് പറയുന്നത് നമ്മുടെ തേങ്ങയൊക്കെ തിന്നാൻ വരുന്ന സാധനമാണ്. കണ്ടിട്ടുണ്ടോ? പഠിപ്പിച്ച് കൊടുക്ക്. അയ്യോ, എന്റെ പൊന്നപ്പൂപ്പാ, അപ്പൂപ്പൻ പറഞ്ഞ vowel അല്ല ഈ vowels. ഇത് ഇംഗ്ലീഷിലെ vowels. A E I O U. അമേരിക്കയിലെ വവ്വാലായാലും കേരളത്തിലെ വവ്വാലായാലും വവ്വാല് തന്നെ. A E I O U. ഐ ലവ് യു. ഞാനിപ്പോ വരാം. ഇവളെല്ലാം ഒന്ന് പാതി പിടിക്കണേ. ആ, കേട്ടോ? എവിടെ പോയതാ? കുക്കറിലെ സാമ്പാർ ഇരിപ്പുണ്ട്, അത് ഓഫ് ചെയ്യാൻ പോയതാ. പിന്നെ ചോറുണ്ട്, അത് ഊറ്റിയിട്ടേ വരത്തുള്ളൂ. അല്ല പിന്നെ എപ്പം വരും? 10 മിനിറ്റ് ട്യൂഷൻ വിടാൻ നേരം വരും. കണ്ണാടി വെച്ച പയ്യ എന്നെ പിടിച്ച് വരുന്നോ? എന്താ പൂപ്പ? ടിന്നിങ് എടുത്തേ. ആ, ആ എടുത്തോ. ഇവിടെ അല്ല, ഇവിടെ. ആ, പോവാനേ. എവിടെ പോന്? ആ ടിന്ന്. ഓ, അവിടെ അവിടോ? അവിടെ വിട്ടോ. മണ്ടച്ച് മണ്ടക്ക്. അമ്മ ഈ സവാളയും കൂടെ പൊളിക്കാനല്ലേ ഉള്ളൂ? സവാളയും കൂടെ ഉള്ളു പൊളിക്കാൻ. ഇനി അല്ലെ നാളത്തെ സാമ്പാറിനുള്ള അരിഞ്ഞു വെച്ചേക്കാം. അത് കഴിഞ്ഞ് ട്യൂഷൻ കഴിയുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കാല്ലോ. അതിന്റെ അടപ്പ് അടങ്ങണമെന്ന് നോക്കിയേ. അടങ്ങിട്ടില്ല. അടഞ്ഞിട്ടുണ്ടെങ്കിൽ കിടുക്കോന്ന് സൗണ്ട് കേൾക്കും. അടഞ്ഞിട്ടില്ല, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ.
എന്നെയും പൊക്കി പോയിട്ട് വരാവേ. എന്തുവാ അപ്പൂപ്പാ? ഈ പേപ്പർ ഉണ്ടോ? ആ ഈ പേപ്പർ ഒന്ന് എണ്ണി. അമ്മേ തറയങ്ങ് തുടച്ചാലോ? തറ തുടക്കുമ്പോൾ അപ്പൊ ശിവരാത്രി തലേന്നേ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയാ. ഇനി അരമണിക്കൂറുണ്ട് ട്യൂഷൻ കഴിയാനേ, അതുവരെ തറയങ്ങ് തുടക്കി. എണ്ണ ഇത് 1 2 പേപ്പർ. ഒന്നുകൂടെ കൃത്യമായിട്ട് എണ്ണ, എന്നാലേ നിനക്ക് കണക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ എണ്ണ. അമ്മ ഈ തേങ്ങ തിരുമ്മി വെച്ചാലോ? തിരുമോളെ നല്ല പോലെ തിരുമ, അതിലിങ്ങനെ കാലോടും തിരുമ. ബാ വീണ്ടും 1 വീണ്ടും 2. നീ എന്താ നോക്കിയിരിക്കോ? അടക്കട അങ്ങോട്ട് അടക്കേ. അങ്ങനെ അങ്ങനെ ഒപ്പനല്ലേടാ കൈ ഊരിപ്പോയതാ. എണ്ണി കഴിഞ്ഞോ? അണ്ണ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ ചെടിയിലെ ഇല എണ്ണ പോയി എണ്ണിട്ടാ. 1 2 3 4. ഓ എന്തായാലും അടുക്കളയിലെ പണിയെല്ലാം അങ്ങ് കഴിഞ്ഞു. അപ്പൂപ്പന്റെ കീഴിൽ എന്തോടുക്കല്ലേ ഇവിടെ? പോയത് പഠിക്കാല്ലേ പറഞ്ഞേ? അല്ല അപ്പൂപ്പനാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ. അപ്പൂപ്പൻ ഇവിടെ കിടന്ന് ഉറങ്ങുമില്ലോ. അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞ ആൾക്കാരും പറയുന്നോ? പോയത് പഠിക്കടാ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചോണ്ടിരുന്നേ? പറ വൗവൽസ് എന്താണെന്ന് പറ. ഒന്ന് എളുപ്പം പറയാനാ പറഞ്ഞേ. വൗവൽസ് എന്തുവാന്ന് എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ലെറ്റർ എ. കറക്റ്റ്. സെക്കൻഡ് ലെറ്ററും കറക്റ്റ്. ഇ. ഇനി മോള് പറ ബാക്കി. അയ്യോ കറക്റ്റ്. ലെറ്റർ ഒരുമിച്ച് പറഞ്ഞ ഐ ഓ യു. ട്യൂഷൻ പിള്ളേരുടെ അടുത്ത് പറയാനാ പറഞ്ഞേ. വെളിയിലത്തെ പിള്ളേരൊന്നും പറയാൻ പറഞ്ഞില്ലേ? വിളിച്ചോണ്ട് പോയട്ടെ മാമിന്റെ മോനെ. വാടാ മോനെ പോവാൻ കേട്ടോ. അതെ ഫീസ്. ഫീസ് നാളെ തരാം. അതെന്നാ പരിപാടിയാന്ന് പറയുന്നത്? ഉറക്കം അഭിനയിച്ചത് മതി, ഞങ്ങളങ്ങോട്ട് പോവാ. നാളെ കാണാം. ഇനിയിപ്പോ ഞാൻ എന്തിനാ എണ്ണീറ്റിരിക്കുന്നത്? നിങ്ങളൊക്കെ പോവല്ലേ? ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, വലിയ പരിപാടിയായി. അതെ ലെറ്റർ കൊടുത്തായിരുന്നോ? കൊടുത്ത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കും? ചിരിച്ചാ? ഒരു മിനിറ്റ്, കോള് വരുന്നേ. ട്യൂഷൻ ടീച്ചറാ. പറഞ്ഞ ടീച്ചറെ. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനും പ്രതീക്ഷിച്ചു, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ബോയ്സ് അല്ലേ ഫസ്റ്റ്? അല്ല ഞാൻ ഒരു ലെറ്റർ കൊടുത്തിട്ട് അത് കിട്ടിയായിരുന്നല്ലേ? ലെറ്ററോ? ഞാൻ അവന്റെ കൊടുത്തു വിട്ടായിരുന്നല്ലോ, കിട്ടിയില്ലേ? ഇല്ല. നീ അപ്പൊ ആർക്കാണ് ലെറ്റർ കൊടുത്തേ?